മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂൾ കലാമേള നടക്കുന്ന വേളയിൽ ആ കലാവേദിയിലേക്ക് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സിനിമാ നടി, ആ കുട്ടിയെ ഏഷ്യാനെറ്റ് ന്യൂസുകാര് പരിചയപ്പെടുത്തിയത് അടുത്ത കാലത്തിറങ്ങിയ ദിലീപിന്റെ ചിത്രത്തിലെ ദിലീപിന്റെ നായികയായിട്ട് അഭിനയിച്ച കുട്ടി എന്നാണ് പരിചയപ്പെടുത്തിയത്. വളരെ ചെറിയൊരു കുട്ടിയാണ്. ഇത് ഞാൻ ഈ അടുത്ത കാലത്ത് 1-2 സ്ഥലങ്ങളിൽ വിവരിക്കേണ്ട. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ ടിവിയിൽ കാണുകയുണ്ടായി. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കമന്റ് ആണ്. ആ കുട്ടിയോട് ആങ്കർ ചെയ്യുന്ന വ്യക്തി മൈക്ക് സെറ്റ് റെക്കോർഡിങ്ങിനുള്ള റിസീവർ കാണിച്ചു കൊടുത്ത് ചോദിക്കുന്നു, ഇവിടെ നടക്കുന്ന ഈ കലാമേള നൃത്തവും നൃത്യങ്ങളും ഭരതനാട്യവും മറ്റ് നാടോടി നൃത്തങ്ങളുമെല്ലാം കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നൊരു ചോദ്യം. ഇതിനാ കുട്ടി വളരെ ശക്തമായ ഭാഷയിൽ പറയുകയുണ്ടായി, ഇതൊന്നും ശുദ്ധമായിട്ടുള്ള നൃത്തമോ നൃത്യങ്ങളോ അല്ല. ആ കുട്ടികളൊന്നും ഇത് നല്ലോണം പഠിച്ചിട്ട് അവതരിപ്പിക്കുന്നവരല്ല. അവാർഡ് കിട്ടാനും പ്രൈസ് കിട്ടാനും വേണ്ടി മാത്രം ചില ഐറ്റങ്ങൾ പഠിച്ച് കൃത്രിമമായിട്ട് അവതരിപ്പിക്കുന്നതാണ്. നമ്മുടെ പൈതൃക കലകൾ എത്രയും വികൃതമായിട്ട് അവാർഡ് കിട്ടാനും പ്രൈസ് കിട്ടാനും വേണ്ടി മാത്രം അവതരിപ്പിക്കുകയും ആ അവാർഡും പ്രൈസും ആർക്കാണെന്ന് അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കപ്പെടുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടി പറയുകയുണ്ടായി, ആ സിനിമാ നടി പറയുകയുണ്ടായി, ഇനി വരാൻ പോകുന്ന കോമ്പറ്റീഷനില് 1ാമത്തെ പ്രൈസ് ഒരു കോഴിക്കോടിലെ വ്യക്തിക്കായിരിക്കും, 2ാമത്തെ പ്രൈസ് ഇന്നൊരു സ്ഥലത്തായിരിക്കും, 3ാമത്തേത് ഇന്ന സ്ഥലത്തേക്കായിരിക്കും, അത് ഇന്ന വ്യക്തിക്കായിരിക്കും. അത് ഉറപ്പാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത അതേ ജഡ്ജിമാരാണ് ഈ കലാപരിപാടികളെ വിലയിരുത്തിക്കൊണ്ട് മാർക്കിടുന്നതും നേരത്തെ നിശ്ചയിച്ച വ്യക്തികൾക്ക് കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നതും നേരത്തെ നിശ്ചയിച്ച സ്കൂളുകാർക്ക് അവാർഡ് കൊടുക്കുന്നതുമെല്ലാം അത് ഈ പൈതൃകമായിട്ടുള്ള കലയോടും നമ്മളുടെ സംസ്കാരത്തോടും തന്നെ അവഹേളിക്കുന്ന രീതിയിലാണ് എന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ ആ കുട്ടി പറഞ്ഞതും, എന്നിട്ട് ആ കുട്ടി സ്വയം പരിചയപ്പെടുത്തുന്നത് ജീവിതം മുഴുവനും ഭരതനാട്യത്തിനും നൃത്തങ്ങൾ പഠിപ്പിക്കാനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരമ്മയുടെ മകള് എന്നുള്ള കാരണത്താൽ എനിക്കിത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഈ തിന്മകൾ നിരന്തരം കണ്ട് എൻ്റെ അമ്മ ഇതുപോലെയുള്ള ആ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന വേദനയോടുകൂടിയുള്ള കാഴ്ച ഞാൻ കാണുമ്പോൾ എനിക്കിത് പറയാൻ അവസരം തന്ന ഏഷ്യാനെറ്റ് TV ചാനലിലെ ഭാരവാഹികളോട് എനിക്ക് നന്ദിയുണ്ട് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ അകത്തളങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ പലപ്പോഴും ഞാൻ അഭിമാനത്തോടുകൂടിയും ആഹ്ലാദത്തോടുകൂടിയും പറയാറുണ്ട്, നമ്മുടെ സ്കൂൾ കലാമേളകളിലെല്ലാം, കോളേജ് കലാമേളകളിൽ അങ്ങനെ കാണാറില്ല, സ്കൂൾ കലാമേളകളിൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്കൂളാണെങ്കിലും CBSE ആണെങ്കിലും ICSE ആണെങ്കിലും എല്ലാം നമ്മളുടെ പൈതൃകമായിട്ടുള്ള കലകളോടും അതുപോലെ തന്നെയുള്ള കായിക വിനോദങ്ങളോടുമെല്ലാം അസാധാരണമായിട്ടുള്ള ആകർഷകത്വം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതെല്ലാം തിരിച്ചു വരുന്നു എന്ന് അഭിമാനിക്കുമ്പോഴും ആ കലയുടെ മണ്ഡലത്തിൽ നല്ലവണ്ണം പ്രശോഭിക്കാൻ കഴിവുള്ള
തെളിഞ്ഞ ഒരു നൃത്ത അധ്യാപികയുടെ മകള്, സിനിമാ മണ്ഡലത്തിലും ശോഭിച്ചൊരു കുട്ടി, വളരെ വസ്തുതാപരമായി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞതിൽ നിന്ന് ഞാൻ 2-3 പോയിന്റ് എടുത്തുള്ളൂ. ആ പോയിന്റ് കേൾക്കുമ്പോൾ ഒരു ഷോക്കായിരുന്നു. സത്യത്തില് ഈ കലാമേള, സ്കൂൾ കലാപരിപാടികള്, CBSE കലാപരിപാടികള്, ICSE കലാപരിപാടികള്, സ്കൂൾ കലാമേള എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത തലമുറ ധന്യമായിട്ടുള്ള ഈ കലകളെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ വളരെയേറെ ത്യാഗവും അതേപോലെ തന്നെ സമർപ്പണ ഭാവവും കൊണ്ട് സമയവും ഊർജവും സമ്പത്തും ചെലവഴിച്ച് നമ്മുടെ പൈതൃകത്തെ നിലനിർത്തുന്നുണ്ടല്ലോ എന്ന സംതൃപ്തി ഈ സിനിമാ നടിയുടെ, ചെറുപ്പക്കാരിയായിട്ടുള്ള ഈ ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടിയുടെ അഭിപ്രായം കേട്ടപ്പോൾ, കമന്റ് കേട്ടപ്പോൾ, വികാര തീവ്രമായ പ്രതികരണം കേട്ടപ്പോൾ എനിക്കൊരു അസാധാരണമായിട്ടുള്ള വേദനയാണ് തോന്നിയത്. നന്മകളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരം നന്മയാണെന്ന പേരില് നന്മയിൽ മായം ചേർത്തതാണല്ലോ തിരിച്ചു വരുന്നത് എന്നൊരു വേദന. മായം ചേർത്ത നന്മ നന്മയാകണമെന്നില്ല, അത് ഗുണത്തെക്കാളേറെ ദോഷമല്ലേ ആവുക. നമ്മൾ പഠിച്ചില്ല, പഠിപ്പിച്ചില്ല, പ്രചരിപ്പിച്ചില്ല, പ്രവർത്തിച്ചില്ല, പ്രതികരിച്ചില്ല, പ്രദർശിപ്പിച്ചില്ല, സാരമില്ല. പക്ഷെ പഠിച്ചതും പഠിപ്പിച്ചതും പ്രചരിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും പ്രതികരിക്കുന്നതും എല്ലാം മായം ചേർത്തതാണെങ്കിൽ എത്ര തീവ്രമായ വേദനയായിരിക്കും അത്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പോകുമ്പോൾ ഒരു 1000 വർഷത്തെ അടിമത്തത്തിന് ശേഷവും പൈതൃകം നശിപ്പിക്കാതെ സംരക്ഷിച്ചവരോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു അവഹേളനമായിരിക്കില്ലേ തിന്മ നിറഞ്ഞ രീതിയിൽ അത് അവതരിപ്പിക്കുക. മഹാകവി ഉള്ളൂരോ കുമാരനാശാനോ അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള കവികൾ എഴുതിയ, വയലാർ രാമവർമ്മയൊക്കെ എഴുതിയ കവിതകൾ അക്ഷരശുദ്ധിയില്ലാതെ, പദശുദ്ധിയില്ലാതെ, വ്യാകരണശുദ്ധിയില്ലാതെ പഠിച്ച് പഠിപ്പിച്ച് അത് മൈക്കുകളിലൂടെ അല്ലെങ്കിൽ മൈക്കിലൂടെ പൊതുവേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ആ വിഷയം അറിയാവുന്നവരുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കാം. നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് അതേ ഭക്ഷണം വളരെ വികൃതമായിട്ടും മോശമായിട്ടും ഉണ്ടാക്കിക്കൊടുത്ത് അത് ആണ് യഥാർത്ഥ ഭക്ഷണമെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ എത്ര മോശമായിരിക്കും. പൂജ അറിയാത്ത ആള് പൂജാരിയാവുക, പാട്ട് പാടാൻ അറിയാത്ത ആള് പാട്ട് പാടുക, വാദ്യങ്ങള് ശരിക്കും ഉപയോഗിക്കാൻ അറിയാത്തവര് മൃദംഗവും തബലയും വയലിനുമെല്ലാം വായിക്കുക. അതെല്ലാമാണ് പരമമായിട്ടുള്ള ഒറിജിനലായിട്ടുള്ള കലാപൈതൃകമെന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെയാണോ സംഭവിക്കുന്നത് എന്ന വേദന ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.